അൺഒഫീഷ്യൽ ക്വിസ് ചാമ്പ്യൻസിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അന്താരാഷ്ട്ര ക്വിസിംഗ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമൃത ടെലിവിഷനും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നാണ് സംസ്ഥാന ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ദി കോ-സ്പോൺസർ ഓഫ് ദിസ് ചാമ്പ്യൻഷിപ്പ് ഈസ് KSFE. കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രൊഫഷണൽ ക്വിസ് സംഘാടകരായ ക്യൂ ഫാക്ടറിയാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. കേരളത്തിലുടനീളം 14 ജില്ലകളിലായി 1000-ഓളം വിദ്യാലയങ്ങളും 3000-ലധികം വിദ്യാർത്ഥികളുമാണ് ഇതിനോടകം നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരിക്കുന്നത്. ജൂനിയർ ആൻഡ് സബ് ജൂനിയർ വിഭാഗത്തിലായിട്ടാണ് മത്സരങ്ങൾ നടത്തി വന്നത്. ഇന്നിതാ ജൂനിയർ വിഭാഗത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മികച്ച 4 ടീമുകളാണ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്നത്. ടീം A is from Trivandrum and that is NSS HSS മടവൂർ. ടീം B എത്തുന്നത് കോട്ടയത്ത് നിന്നുമാണ്, ഇമാനുവൽസ് HSS കോതനല്ലൂർ. GHSS and VHSS കലഞ്ഞൂരിൽ നിന്നും എത്തിയിരിക്കുന്നു നിരഞ്ജൻ ആൻഡ് അനുജിത്. ടീം D വേദിക ആൻഡ് തേജസി ഫ്രം GHSS കൂത്തുപറമ്പ്. കേരളത്തിന്റെ സ്വന്തം ക്വിസ് ചാമ്പ്യൻസിനെയാണ് നമുക്ക് ഈ ഒരു മത്സരം കഴിയുമ്പോൾ ലഭിക്കുവാൻ പോകുന്നത്. We are all waiting for that. And now it's time to welcome the quiz man of Kerala. പ്രൊഫഷണൽ ക്വിസിംഗ് രംഗത്ത് കഴിഞ്ഞ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 2000+ ക്വിസസ് അക്രോസ് ദ വേൾഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ദി ബിഗ്ഗസ്റ്റ് ക്വിസ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തു എന്നുള്ള റെക്കോർഡ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ദി ക്വിസ് മാൻ ഓഫ് കേരള. ലെറ്റ്സ് വെൽക്കം സ്നേഹജ് ശ്രീനിവാസ്. നമ്മോടൊപ്പം സ്നേഹജ് സർ മാത്രമല്ല ജോയിൻ ചെയ്യുന്നത്. വി ഡു ഹാവ് 2 മോസ്റ്റ് സെലിബ്രേറ്റഡ് ഗസ്റ്റ് ഹിയർ. ഏറെ ബഹുമാനത്തോടെയും സ്നേഹാദരങ്ങളോടെയും നമ്മുടെ ആദ്യത്തെ ഗസ്റ്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതാരാണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം. സംസ്ഥാന പോലീസ് സേനയിലെ കരുത്തുറ്റ വ്യക്തിത്വം ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS. 2012 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ഡോക്ടർ അരുൾ RB കൃഷ്ണ തികഞ്ഞ ആദർശധീരതയും സത്യസന്ധതയും അർപ്പണബോധവും പുലർത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മുടെ പോലീസ് സേനയുടെ ആകെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്നു. ക്രമസമാധാന പരിപാലന രംഗത്ത് കേരള പോലീസ് സേനയുടെ ആകെ അഭിമാന നക്ഷത്രമായി തിളങ്ങുന്ന ഡോക്ടർ അരുൾ RB കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. അരുൾ സാർ, ആദ്യം തന്നെ ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആൻഡ് അപ്രീസിയേഷൻ. ആൻഡ് ടു ഹാൻഡ് ദറ്റ് ഓവർ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ടു ദ സ്റ്റേജ് അമൃത TVയുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മാമിനെ. ഇവർ 8 പേരും അവരുടെ ലൈഫിലെ വളരെ വലിയ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആഫ്റ്റർ എ ലോങ് ഫൈറ്റ് ഇൻ ദ സെൻസ് ക്വിസിംഗ് എന്ന് പറയുന്നത് ഒരു മത്സരം എന്നതിനപ്പുറം ടൈമിനെയും നമ്മുടെ അറിവിനെയും സ്ട്രാറ്റജൈസ് ചെയ്ത് സക്സസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ക്വിസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കിട്ടുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ സ്ട്രാറ്റജിയും ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് ഇന്ന് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, ടോപ്പർ ആവാൻ നോക്കുക. പക്ഷേ ഇന്ന് ജയിക്കുക എന്നുള്ളതിനപ്പുറം ഈ കിട്ടുന്ന ചലഞ്ചിനെ എങ്ങനെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റാം എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ഇന്റൻഷൻ. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് സർ. ഇനി സാറിന് അങ്ങോട്ടേക്ക് ഇരിക്കാം. And also we have a chief guest joining us, the one and only Lokanath Behra sir. ഈ ഐക്യയുടെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊരു ഇന്റർനാഷണൽ മത്സരത്തിൽ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞ ശേഷം നമുക്ക് നാഷണൽ ലെവലിലേക്ക് പോവാം, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവാം. അതാണ് നിങ്ങളൊക്കെ ആക്ച്വലി ഇപ്പോഴത്തുള്ള നേട്ടം. സോ ഓൾ ദ ബെസ്റ്റ്. നല്ല സ്ട്രാറ്റജി മൈൻഡിൽ ഉണ്ടാക്കുക. കാരണം നിങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുറച്ച് ഇതിന് മുമ്പുള്ള ക്വിസ് കണ്ടിട്ടുണ്ട്. സോ ബി വെരി വെരി സ്ട്രാറ്റജിക് ആൻഡ് ഓൾ ഓഫ് യു വിൽ ബി വിന്നർ. ജൂനിയർ വിഭാഗത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുകയായി. നമ്മുടെ ആദ്യത്തെ റൗണ്ട് വൈബ് ചെക്ക്. വൈബ് ചെക്കിൽ 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. ദിസ് ഇസ് എ ക്വിക്ക് റൗണ്ട്. ഓൺ ദി ബസർ പ്രസ് ചെയ്യുന്നു. ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു പോയിന്റ് പറയുന്നു. നിങ്ങൾക്ക് 50 എന്ന് പറയാം, 100 എന്ന് പറയാം, 150 എന്ന് പറയാം. അത് നിങ്ങളുടെ ഡിസിഷനാണ്.
പോയിന്റ് പറയാതെ പറഞ്ഞ ഉത്തരങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നില്ല. 0 പോയിന്റ്സ് ആണ്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല പോയിന്റ് പറയേണ്ടത്. പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉത്തരം പറയാം. അത് പറയാൻ മറന്നു പോയാൽ നോ പോയിന്റ്സ്. ഓൾറൈറ്റ്, നോ പോയിന്റ്സ് ആണെങ്കിലും തെറ്റാണെങ്കിലും ദാറ്റ് വിൽ ബി ഓപ്പൺ ടു ഓൾ 4 teams again, including the same team. Every time it's open to all 4 teams. Press the buzzer, tell the points, tell your answer. Ready? As simple as that. Clear alle? Fingers on buzzers. Here we go. Question number 1, the vibe check. എനിക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ പേരാണ്, ഒറ്റ വ്യക്തിയുടെ പേര്. ഈ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ക്ലൂ ആണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന 2 വ്യക്തികൾ. 2 പേരും സ്പോർട്സ് താരങ്ങളാണ്. ഇതാണ് ക്ലൂ. ഒറ്റയാൾ. ഇനി ഞാൻ പറയാം. എനിക്ക് വേണ്ട ഉത്തരം മലയാള സിനിമയിലെ ഒരു വ്യക്തിയാണ്. മലയാള സിനിമയിൽ നമുക്ക് അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങളെ തന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവരുടെ ടീം എ. ആരാണ് ആ വ്യക്തി? ഒറ്റ ഉത്തരം. 150 points. 150 points. യെസ്, ശ്രീനിവാസൻ. എന്തുകൊണ്ട് ശ്രീനിവാസൻ? ധ്യാൻ ചന്ദ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട ഒരു വ്യക്തി. വിനീത് എന്തോ ഹോക്കി പ്ലെയറിന്റെ പേരാ. ഇയാളുടെ പേര് വിനീത് എന്തോ പേരാണ്. വിനീത് എന്നാണ് ഇയാളുടെ പേര്. ഇത് ധ്യാൻ ചന്ദ് ആണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. വിനീത് എന്നും ധ്യാൻ എന്നും തന്റെ മക്കൾക്ക് പേരിട്ടത് ശ്രീനിവാസൻ. ഈ കളിക്കാരോടുള്ള ആദരസൂചകമായാണ്. റൈറ്റ് ആൻസർ. ദിസ് ഈസ് ഹോക്കി പ്ലെയർ വിനീത് കുമാർ ആൻഡ് ധ്യാൻ ചന്ദ്. 150 ടു ടീം തിരുവനന്തപുരം ഓപ്പണിംഗ് ദർ അക്കൗണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഓൺ ദ ബസേഴ്സ്. 4 ടീമുകളും റെഡിയാവുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഗാലറിയാണ്. എന്തുമായി ബന്ധപ്പെട്ട ഗാലറിയാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കേരളത്തിലുള്ള ഒരു പ്രശസ്തമായ ഗാലറിയാണിത്. എന്തുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഗാലറിയാണ്. ഈ ഗാലറിയുടെ പേര് കാച്ചാട്ട തപ്പ എന്നാണ്. അല്ലെങ്കിൽ ഞാൻ വ്യക്തിയുടെ പേര് പറയാൻ, ഗാലറി തുടങ്ങിയ വ്യക്തിയുടെ പേര്. ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തിന്റെ പേര് നാരായണ ഭട്ടതിരി എന്നാണ്. യെസ്, ഓൺ ദി ബസർ തിരുവനന്തപുരം ടീം. പറയൂ. 150 അഗൈൻ. കാലിഗ്രഫി. റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ കാലിഗ്രഫി ആർട്ട് ഗാലറി ഓഫ് കേരള. നാരായണ ഭട്ടതിരിയുടെ കാലിഗ്രഫി ആർട്ട് ഗാലറിക്ക് അദ്ദേഹം കൊടുത്ത പേര് മലയാളത്തിലെ കാച്ചാട്ട തപ്പ എന്നാണ്. വെൽ ഡൺ. 150 അഗൈൻ. രണ്ടാമത്തെ ചോദ്യത്തിനും 150 പോയിന്റ്. ആൻഡ് നൗ വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഓൺ യുവർ സ്ക്രീൻ. ഹൗ ക്യാൻ യു കണക്ട് ഓൾ ദീസ് ടു എ പേഴ്സൺ? സ്റ്റുഡന്റ് യൂണിയൻ. ഒന്ന് പത്തനാപുരത്തുള്ള ഒരു കോളേജാണ്, വേറെ ഒന്ന് മറ്റൊരു കോളേജിന്റെ ലോഗോയാണ്, ഡൽഹിയിലുള്ള ഒരു കോളേജിന്റെ ലോഗോയാണ്. ഈ 2 കോളേജും ഒന്ന് തന്നെയാണ്, ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു പേരാണ് 2 കോളേജിനും ഉള്ളത്. അതാണ് ഒരു ക്ലൂ. ആൻഡ് യെസ്, പത്തനംതിട്ട. എത്ര? 100 points. 100 പോയിന്റ്സ്. ശരി. ശശി തരൂർ. ഡോക്ടർ ശശി തരൂർ. വൈ? കാരണം അവിടെ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹിയിൽ പഠിച്ച ആളാണ്. ഇതിലേതാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജ്? ഞങ്ങളുടെ അടുത്താണ്. പത്തനാപുരമാണോ? കലഞ്ഞൂരടുത്താണോ? ശരി. ഇതോ എന്തിന്റെ ലോഗോ ആണ്? SSC. എനിക്കറിയത്തില്ല. സ്റ്റുഡന്റ് യൂണിയൻ എന്താണ്? അവിടുത്തെ സ്റ്റുഡന്റ് യൂണിയൻ ആയിരിക്കും. മറ്റേതോ? അത് അറിയില്ല. ഞാൻ ഈ ഒറ്റ സെൻസ് മാത്രമേ അറിയുള്ളൂ. അത് ഡോക്ടർ ശശി തരൂർ സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാനായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മുദ്രാവാക്യമായിരുന്നു തരൂർ ജറൂർ ജീതേഗ. സോ ദാറ്റ് ഈസ് എ ഫുൾ 100 പോയിന്റ് ടു യു. സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇന്ത്യയിൽ ആദ്യത്തെ ക്യൂസ് ക്ലബ് ഒരു കോളേജിൽ സ്ഥാപിച്ച വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹം എല്ലാ ഇന്റർവ്യൂവിലും പ്രൗഡായിട്ട് ഇത് പറയാറുണ്ട്, അല്ലേ സാർ? ബിരാസ് സാറിന്റെ ഫ്രണ്ടാണ്. ദിസ് ഈസ് ഡോക്ടർ ശശി തരൂർ. മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4, ദ പെനൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് റൗണ്ട്. ഇത് ഒരു മ്യൂസിക്കൽ ആൽബമാണ്. ദശപുഷ്പം എന്നാണ് ഇതിന്റെ പേര്. ഒടുവിൽ ഉണ്ണികൃഷ്ണനും ബിച്ചു തിരുമലയും ചേർന്നാണ് ഈ ആൽബം സൃഷ്ടിച്ചത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംഗീതം നൽകി എന്ന് പലർക്കും അറിയണ്ടാവില്ല. ഇദ്ദേഹം ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. എന്റെ ചോദ്യം ഈ ആൽബത്തെ കുറിച്ചല്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണനും ബിച്ചു തിരുമലയും കൂടി സംഗീതം നൽകിയ മറ്റൊരു ആൽബമുണ്ട്. ഈ ആൽബത്തിന് അവർ പേര് നൽകി. ഈ ആൽബത്തിന്റെ പ്രത്യേകത, ഈ ആൽബത്തിൽ കേരളത്തിന്റെ ഒരു സ്ഥലം മുതൽ മറ്റു സ്ഥലം വരെയുള്ള ഒരറ്റം മുതൽ മറ്ററ്റം വരെയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൽബത്തിന് അവർ പേരിട്ടത് ഒരു ട്രെയിനിന്റെ പേരാണ്. കേരളത്തിലൂടെ ഓടുന്ന ഒരു പ്രശസ്തമായ ട്രെയിനിന്റെ പേരാണ് ഈ സംഗീത ആൽബത്തിന് അവർ നൽകിയത്. ഏത് ട്രെയിൻ? ടീം ബി. ദിസ് ടൈം കോട്ടയം. 50 points. യെസ്, പരശുറാം എക്സ്പ്രസ്. റൈറ്റ് ആൻസർ. വെൽ ഡൺ. ഒരറ്റം മുതൽ മറ്ററ്റം വരെ പോകുന്ന ട്രെയിനാണ് പരശുരാം എക്സ്പ്രസ് 50. ആൻഡ് വിത്ത് ദാറ്റ് വി ആർ മൂവിംഗ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് റൗണ്ട്. 2 പാർട്ടുള്ള ചോദ്യമാണ്. 2 അറിയുമെങ്കിൽ മാത്രമേ ശരി ഉത്തരമായി കൺസിഡർ ചെയ്യുള്ളൂ. ഒന്ന് ശരിയാക്കി മറ്റൊരു തെറ്റാണെങ്കിൽ അത് തെറ്റുത്തരമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ഈസി വൺ, ബേസിക് ഫാക്ട് ദിസ് ടൈം. ഏഷ്യൻ
കൺട്രിയെ കുറിച്ചാണ് ചോദ്യം. വേൾഡ് ബാങ്ക് ആദ്യമായി വന്ന സമയത്ത് ഈ രാജ്യമാണ് വേൾഡ് ബാങ്കിൽ നിന്നും ആദ്യമായി ഒരു ലോൺ ലഭിച്ച രാജ്യം. ഏത് രാജ്യം ആൻഡ് എന്തിനു വേണ്ടി? ഇത് രണ്ടും പറയണം. ഫസ്റ്റ് എവർ കൺട്രി ടു get a loan sanction from World Bank in the year 1949. Country and the purpose. Country ഞാൻ പറയാം, നിങ്ങളാരും അതിന് പോകുന്നില്ല. Country is India. What purpose? എന്തിനു വേണ്ടിയാണ് ഇന്ത്യക്ക് ലോൺ സാങ്ഷൻ ആയത്? യെസ്, 100 points. 100 points. ഭരണഘടന ആ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അല്ല, ദാറ്റ് ഈസ് എ -100. ഒരു പ്രത്യേക പർപ്പസ്. ഗുഡ് അറ്റംപ്റ്റ് കണ്ണൂർ. എനിവൺ? We'll close it. All right. So answer. This was to upgrade Indian Railways. Indian Railways nu vendiyanu loan eduthathu. So with that we come to the end of round 1. We have to quickly move to round 2. Over to Diana for the scores. ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ടീം എ സ്കോർ ചെയ്തിരിക്കുന്നു 300 പോയിന്റ്സ്. ടീം ബി സ്കോർ ചെയ്തിരിക്കുന്നു 50 പോയിന്റ്സ്. ടീം സി is with 100 points and team D is with -100 points. നമ്മളുടെ രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത് and the round is stealth mode. രണ്ടാമത്തെ റൗണ്ടായ സ്റ്റെൽത്ത് മോഡിലെ റൂൾസ് ഇപ്രകാരമാണ്. ഇത് ഒരു ബിഡിംഗ് റൗണ്ടാണ്. എല്ലാ ടീമിനും ഈക്വൽ ചാൻസ് ആണ്. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഉത്തരങ്ങൾ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡ്സ് കൊണ്ട് ഇത് ചെയ്യണം. ആഫ്റ്റർ 30 സെക്കൻഡ്സ് യുവർ ആൻസേഴ്സ് വോണ്ട് ബി കൗണ്ടഡ്. നമ്മൾ ബിഡ് ചെയ്യുന്നത് ബസ്സിലാണോ? നിങ്ങൾ ബസർ പ്രസ് ചെയ്യുന്നു, എത്ര പോയിന്റിന് ബിഡ് ചെയ്യുന്നു എന്ന് അവിടെ എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ആൻസർ എൻ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓൾ റൈറ്റ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഇഫ് യു ഗോ ഫോർ 50, നിങ്ങൾ ആദ്യം 50 എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് ആൻസർ എൻ്റർ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. റൗണ്ട് 2, ദി സ്റ്റെൽത്ത് മോഡ്. Get ready. Question number 1. 2 കാർ കമ്പനികളാണ്. ഒരു കാർ കമ്പനിയുടെ പേര് റിലയന്റ് എന്നാണ്. ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. റിലയന്റ് കാർ കമ്പനിയുടെ പ്രശസ്തമായ ഒരു മോഡൽ കാറാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. റോബിൻ എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിൽ ബാദൽ എന്ന കാർ കമ്പനി നിർമ്മിച്ച കാർ മോഡലാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അതിന്റെ പേര് സിപ്പാനി എന്നാണ്. സിപ്പാനി. എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഫസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ടു സിപ്പാനി ഇൻ ദ ഓട്ടോമൊബൈൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യത്തേത് എന്ന് വിളിക്കാവുന്ന എന്ത് പ്രത്യേകതയാണ് സിപ്പാനി എന്ന കാർ മോഡലിനുള്ളത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. യു ഹാവ് 30 സെക്കൻഡ്സ് ടു എൻ്റർ യുവർ ആൻസേഴ്സ് നൗ. ഇൻഡിക്കേറ്റ് ചെയ്യാതെ എഴുതിയ ഉത്തരങ്ങൾക്ക് പോയിന്റുകളൊന്നും ലഭിക്കുകയില്ല, ശരി ഉത്തരമാണെങ്കിൽ കൂടെ. നമുക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? നോ പാസിംഗ്. ഒന്ന് എൻ്റർ ചെയ്യാതെ ഇരിക്കാം എന്ന് പറഞ്ഞല്ലോ. ഇറ്റ്സ് അപ് ടു യു. ഏതൊക്കെ ടീം എൻ്റർ ചെയ്തെന്ന് നമുക്ക് അവിടെ കാണാം. യെസ്, ഏതൊക്കെ ടീം എൻ്റർ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവരുടെ ഉത്തരങ്ങൾ നോക്കാം. യെസ്, ആൻസേഴ്സ് പ്ലീസ്. ആദ്യം എൻ്റർ ചെയ്തിരിക്കുന്നത് 100 പോയിന്റിന് വേണ്ടി തിരുവനന്തപുരം ടീമാണ്. അവരുടെ ഉത്തരം ഫസ്റ്റ് 3 വീൽ കാർ ഓഫ് ഇന്ത്യ. 50 പോയിന്റിനായി കോട്ടയം ടീം എൻ്റർ ചെയ്ത ഉത്തരം ഫസ്റ്റ് കാർ ഇൻ ഇന്ത്യ. സി ആൻഡ് ഡി നിങ്ങൾ ഉത്തരങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ല. ഓൾ റൈറ്റ്, ദ ആൻസർ എൻഡഡ് ബൈ ടീം എ തിരുവനന്തപുരം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ 3 വീലർ കാർ എന്നാണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 100 പോയിന്റ്സ്. സിപ്പാനി ബാദൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് 3 വീൽ കാർ ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇൻ ദിസ് റൗണ്ട്. എനിക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ പേരാണ് ഇത്തവണ. ഈ വ്യക്തി ആദ്യം ജോലി ചെയ്ത ഒരു കമ്പനിയായിരുന്നു ഷോ വാലസ്. പിന്നീട് ഇദ്ദേഹം ബേർഡ് ആൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്തു. ഫ്രൈറ്റ് ബ്രോക്കർ ആയിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്തത്. പിന്നീട് ഇദ്ദേഹം ബ്ലാക്കർ ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിലും ജോലി ചെയ്തു. ബേർഡ് ആൻഡ് കോയിൽ ഫ്രൈറ്റ് ബ്രോക്കർ എന്ന് പറയും. ഷിപ്പിംഗ് ഡിവിഷനിലായിരുന്നു അദ്ദേഹം. ഒരു 500 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ സാലറി, മന്ത്ലി 500 റുപ്പീസ് സാലറി. ഈ ജോലികൾക്കൊക്കെ ശേഷം ഇദ്ദേഹം മറ്റൊരു രംഗത്തേക്ക് പ്രവേശിക്കുകയും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ ഇദ്ദേഹത്തെ അറിയുന്നത്. ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദ്യം. ഷോ വാലസിലും ബേർഡ് ആൻഡ് കോയിലും ബ്ലേക്കർ ആൻഡ് കമ്പനിയിലും ജോലി ചെയ്താണ് ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്. പ്രൊഫഷണൽ ട്രാക്ക് റെക്കോർഡുകൾ പറയുമ്പോൾ ഇദ്ദേഹം പറയാറ്. എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ അറിയുന്നത്. ഇന്ത്യക്കാർ മുഴുവൻ ഇദ്ദേഹത്തെ അറിയുന്നത് ഈ കാരണം കൊണ്ടൊന്നുമല്ല. അദ്ദേഹം മറ്റൊരു കരിയറിലേക്ക് എൻ്റർ ചെയ്തു. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സോ പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരും എൻ്റർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ വ്യക്തി, വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഇന്ത്യൻസ്. ഏതൊക്കെ ടീമുകളുടെ ഉത്തരങ്ങൾ അവിടെ എൻ്റർ ആയി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വീൽ സി ദ ആൻസേഴ്സ്. 50 പോയിന്റിന് ടീം തിരുവനന്തപുരം പറഞ്ഞിരിക്കുന്നത് അസീം പ്രേംജി എന്നാണ്.
100 പോയിന്റിന് കോട്ടയം ടീം എൻ്റർ ചെയ്തത് ഡോക്ടർ സാലിം അലി എന്നാണ്. ഞാൻ ഇന്ന് എന്നാണ് ഞാൻ പറഞ്ഞത്. പത്തനംതിട്ട ടീം 50 പോയിന്റുകൾക്ക് എൻ്റർ ചെയ്ത ഉത്തരം വിരാട് കോഹ്ലി എന്നാണ്. കണ്ണൂർ ടീം ഉത്തരങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ല. ഈ റൗണ്ടിൽ ടീം എ 50 പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾ സേഫ് ആണ്, നോ നെഗറ്റീവ്സ്. 100 പോയിന്റുകൾക്കായി എൻ്റർ ചെയ്തു ടീം ബി, അത് തെറ്റാണ്. സോ ദാറ്റ്സ് എ -50 ടു ടീം ബി. ആൻഡ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് അമിതാഭ് ബച്ചൻ. ഐക്കോണിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇദ്ദേഹത്തിന്റെ കരിയർ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഈ 3 പേരുകളും. സിനിമയിൽ വരുന്നതിന് മുൻപ് ഇവിടെയൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിരുന്നു 500 രൂപയ്ക്കൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇൻ ദിസ് റൗണ്ട്. ഒരു പ്രത്യേക അവസരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടുകളാണിത്. അതിന്റെ സീരീസ് നിങ്ങൾക്ക് നോക്കാം. ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടുകളാണ് ചിത്രത്തിൽ കാണുന്നത്. HA എന്നാണ് ആ സീരീസ്. എന്ത് പ്രത്യേക പർപ്പസിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടുകളാണ്? അതിനു വേണ്ടിയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കായിട്ട്, അവർക്കൊരു സഹായം എന്ന നിലയ്ക്ക്, ആർക്ക് വേണ്ടിയിട്ട്? ദാറ്റ്സ് ദ ക്ലൂ. ഓൾ റൈറ്റ്, ടൈം ഈസ് അപ്പ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇവർ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ടീം തിരുവനന്തപുരം ഉത്തരം എൻ്റർ ചെയ്തിട്ടില്ല. ടീം ബി, അതായത് കോട്ടയം ടീം എൻ്റർ ചെയ്തത് എലിഫന്റ് പ്രൊട്ടക്ടേഴ്സ്. ടീം സി എൻ്റർ ചെയ്തിട്ടില്ല. ആൻഡ് ടീം ഡി കണ്ണൂർ എൻ്റർ ചെയ്തിരിക്കും 50 പോയിന്റുകൾക്കായി ഫാമേഴ്സ് എന്നാണ്. സോ 2 ടീമുകളും 50 പോയിന്റുകൾക്കായി സേഫ് ആയിട്ടാണ് അത് എൻ്റർ ചെയ്തത്, നോ നെഗറ്റീവ്സ്. 4 ടീമുകൾക്കും ഇതിൽ ശരി ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. HA സ്റ്റാൻഡ്സ് ഫോർ ഹജ്ജ്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടാണ് HA സീരീസിലുള്ള നോട്ടുകൾ. സോ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ദ സ്റ്റോറി ഓഫ് ഗുഡ് മഹാരാജ സ്ക്വയർ ഇൻ ഡാഷ്. ഇത് ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്തുള്ള ഒരു സ്ഥലമാണ് ഗുഡ് മഹാരാജ സ്ക്വയർ. സാർ ആ രാജ്യത്തിന്റെ പേര് മതിയോ? സ്ഥലത്തിന്റെ രാജ്യത്തിന്റെ പേര് മതിയോ? അതെ, നിങ്ങൾക്ക് ചിത്രം കാണാം. ഇത് ആക്ച്വലി ജാം സാഹേബ് ദിഗ് വിജയ് സിംഗ് ജിയാണ്, നവാനഗറിലെ. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ രാജ്യം. കാരണം ഈ രാജ്യത്തിലെ റെഫ്യൂജീസ് ആയിട്ടുള്ള 1000-ലധികം കുട്ടികളെ ഇദ്ദേഹം അവിടെ താമസിപ്പിക്കുകയും അവർക്ക് ഷെൽട്ടർ ഒരുക്കുകയും ചെയ്തു എന്നാണ് കഥ. അതിനെ തുടർന്നാണ് ഇദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൊണ്ട് മാക്സിമം പോയിന്റ്സ് ഈ രാജ്യക്കാർ. യെസ്, നിങ്ങൾക്ക് 50, 100, 150, 200 4 ഓപ്ഷൻസ് ഉണ്ട്. കൺട്രി, ഏത് രാജ്യം, ഏത് രാജ്യത്താണ് ഈ ദി ഗുഡ് മഹാരാജ സ്ക്വയർ ഉള്ളത്? ഫസ്റ്റ് വിൽ സീ ദ ആൻസേഴ്സ് ഓഫ് ദീസ് 4 ടീംസ്. മഹാരാജ ജാം സാഹേബ് ദിവാൻ ദിഗ് വിജയ് സിംഗ് ജി, നവാനഗർ. യെസ്, 4 ടീമുകളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഓൾ റൈറ്റ്, വിൽ സീ യുവർ ആൻസേഴ്സ് ഫസ്റ്റ്. ഏതൊക്കെയാണ് നിങ്ങൾ എൻ്റർ ചെയ്ത രാജ്യങ്ങൾ? ടീം എ തിരുവനന്തപുരം എൻ്റർ ചെയ്തത് 150 പോയിന്റിന് വേണ്ടി പോളണ്ട് എന്നാണ്. ടീം ബി എൻ്റർ ചെയ്തത് 200 പോയിന്റിന് വേണ്ടി പോളണ്ട് എന്നാണ്. ടീം സി എൻ്റർ ചെയ്തത് 200 പോയിന്റിന് വേണ്ടി പോളണ്ട് എന്നാണ്. ടീം ഡി എൻ്റർ ചെയ്തത് 50 പോയിന്റിന് വേണ്ടി ഇസ്രായേൽ എന്നാണ്. ആൻഡ് പോളണ്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ടീം തിരുവനന്തപുരം ഗെറ്റിംഗ് 150, ടീം 2 കോട്ടയം ഗെറ്റിംഗ് 200, ടീം 3 പത്തനംതിട്ട ഗെറ്റിംഗ് 200. പോളണ്ടിലാണ് ദി ഗുഡ് മഹാരാജ സ്ക്വയർ ഉള്ളത്. പോളിഷ് റെഫ്യൂജീസിനെയാണ് ഇദ്ദേഹം രക്ഷിച്ചത്. ഇദ്ദേഹത്തെ ബാപ്പു എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് പോളിഷ് കുട്ടികളെ രക്ഷിച്ചതിലൂടെ പോളണ്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട രാജാവായിരുന്നു ഇദ്ദേഹം. അങ്ങനെ നമ്മൾ ഈ ക്വിസിന്റെ 2 റൗണ്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു. ആൻഡ് ക്വിക്ലി മൂവിംഗ് ടു റൗണ്ട് 3 ടു സീ ദ സ്കോർസ് അറ്റ് ദിസ് മൊമെന്റ്. ഓവർ ടു ഡയാന. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർസ് എത്രയാണ് എന്നറിയാം. ഓക്കെ, ടീം എ NSS HSS മടവൂർ ട്രിവാൻഡ്രം സ്കോർ ചെയ്തിരിക്കുന്നത് 550 പോയിന്റ്സ് ആണ്. ഇമാനുവൽസ് HSS കോത്തനല്ലൂർ സ്കോർ ചെയ്തിരിക്കുന്നു 200 പോയിന്റ്സ്. GHSSS ആൻഡ് VHSSS കലഞ്ഞൂർ സ്കോർ ചെയ്തിരിക്കുന്നു 300 പോയിന്റ്സ്. GHSSS കൂത്തുപറമ്പ് സ്കോർ ചെയ്തിരിക്കുന്നത് -100 ആണ്. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് റൗണ്ട് വിച്ച് ഈസ് ചെയിൻ റിയാക്ഷൻ. മൂന്നാമത്തെ റൗണ്ടായ ദി ചെയിൻ റിയാക്ഷനിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ചെയിൻ റിയാക്ഷൻ എന്ന ഈ റൗണ്ടിന്റെ നിയമങ്ങൾ ഇപ്രകാരമാണ്. ഇതൊരു LVC ലോങ് വിഷ്വൽ കണക്ട് റൗണ്ടാണ്. കുറച്ച് വിഷ്വൽസ് 1 after 1 വരും. എത്ര പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും എന്നും എത്ര നെഗറ്റീവ് പോയിന്റുകൾ കിട്ടുമെന്നും ആ വിഷ്വൽസിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഉത്തരത്തിന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശരിയാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടുമെന്നും തെറ്റാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടുമെന്നും ആ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ആ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ബസർ പ്രസ് ചെയ്ത് ആ കണക്ഷൻ എൻ്റർ ചെയ്യാണ് വേണ്ടത്. ബസർ പ്രസ് ചെയ്യുന്ന ടീമുകൾക്കൊക്കെ എൻ്റർ ചെയ്യാം. പക്ഷേ
അറ്റ് സം പോയിന്റ് ഇപ്പൊ മൂന്നാമത്തെ വിഷ്വലിൽ ഒരു ടീം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം എൻട്രി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റു ടീമുകൾക്ക് എൻട്രി ചെയ്യാം. അതിനുശേഷം അത് തെറ്റാണെങ്കിൽ മാത്രമേ പിന്നെ മറ്റു ടീമുകൾക്ക് അവസരമുള്ളൂ. അത് ശരിയാണെങ്കിൽ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് റൗണ്ട്. ഓൾറൈറ്റ്. ഒരാൾ ബസർ ചെയ്താലും നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അതെ, നിങ്ങൾക്ക് അതിന് കൂടെ തന്നെ ബസർ ചെയ്തിട്ട് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാം. നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് എപ്പോഴും ഉണ്ടാവും. ആ വിഷ്വലിന്റെ മുകളിൽ ആ സമയത്ത് എത്ര പോയിന്റ് ആണോ പ്ലസ് ഉള്ളത്, എത്രയാണ് മൈനസ് ഉള്ളത്, ഒക്കെ നിങ്ങൾക്ക് ആ വിഷ്വലിന്റെ മുകളിൽ കാണാം. ഓൾറൈറ്റ്, ഹിയർ വി ഗോ. ദി ചെയിൻ റിയാക്ഷൻ ലോങ് വിഷ്വൽ കണക്ട് റൗണ്ട് നമ്പർ 1. യെസ്, ദാറ്റ് വാസ് വിഷ്വൽ നമ്പർ 1. അല്ലെങ്കിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് വേണ്ട ആ കീവേഡ് ഈ വീഡിയോയിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. 400 points at stakes now. തെറ്റാണെങ്കിൽ -300. സോ ഇതേപോലെ കുറച്ച് വിഷ്വൽസ് വരും. ഇതെല്ലാം കൂടി ചേർന്നുള്ള കണക്ഷനാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്ലൈഡ് വന്നപ്പോൾ 400 പോയിന്റുകൾക്കായി ആരും എൻ്റർ ചെയ്യുന്നില്ല. സോ നമ്മൾ രണ്ടാമത്തേതിലേക്ക് പോകുന്നു. ഓവർ ടു വിഷ്വൽ നമ്പർ 2. യെസ്, ഇതാണ് രണ്ടാമത്തെ വിഷ്വൽ. 300 പോയിന്റുകളാണ് ഇപ്പോൾ ഉള്ളത്. സോ നിങ്ങൾക്ക് 2 എണ്ണം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തേതിൽ നിന്നും ഒരു വാക്ക്, രണ്ടാമത്തെ സ്ലൈഡിൽ നിന്നും ഒരു വാക്ക്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന കണക്ഷനാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. +300 -250. യെസ്, ഇപ്പോഴും ആരും പോകുന്നില്ല, ആരും അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. സോ നൗ വി ആർ ഗോയിങ് ടു ദ തേർഡ് വിഷ്വൽ ഫോർ 250 points. ഇതാണ് മൂന്നാമത്തെ വിഷ്വൽ. 1, 2, 3 മൂന്നെണ്ണം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇനി 3 എണ്ണം കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അത്ര ലോങ് അല്ല. എനിവൺ ട്രൈയിങ് നൗ ഫോർ 250 points? സോ വിൽ ഗോ ടു ദി ഫോർത്ത് വൺ. ഫോർത്ത് വൺ ഈസ് ദിസ്. 200 പോയിന്റുകൾ. +200 if you are right, -150 if you are wrong. What connects all these? No. Moving to the next one. 150. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ഒരു പ്രത്യേക പോസ്റ്റിൽ നിയമിതനായ ആദ്യത്തെ വ്യക്തി. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സർട്ടൻ തിങ്, ഒരു സ്ഥാപനത്തിന്റെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദ പെനൾട്ടിമേറ്റ് വിഷ്വൽ, ദ ലാസ്റ്റ് വിഷ്വൽ. ദിസ് ഇസ് ദ ഫൈനൽ വിഷ്വൽ. 6 വിഷ്വൽസ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. +100 and -50. ഇറ്റ്സ് വെരി ഈസി നൗ ആക്ച്വലി. 6 എണ്ണം വന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഓവർ. എനിവൺ? നോ. സോ വി ആർ അബൌട്ട് ടു ക്ലോസ് ദിസ്. ലാസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. ആരെങ്കിലും ബസ് അറിയുന്നുണ്ടോ? ഭയങ്കര ഗിവ് അവേ ചോദ്യമായിരുന്നു ആക്ച്വലി ഇത്. ഒരു പക്ഷേ സബ് ജൂനിയേഴ്സ് പറഞ്ഞേനെ. ഓൾ റൈറ്റ്, സോ നൗ വിൽ സീ ദ ആൻസേഴ്സ്. നമുക്ക് 1 മുതൽ പുറകോട്ട് പോകണോ? വിൽ സീ ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പെരിയാർ. പെരിയാർ ആയിരുന്നു ആ പാട്ട്. പെരിയാർ എന്ന പാട്ടായിരുന്നു ലാലേട്ടൻ പാടിയത്. രണ്ടാമത്തേത് ശിവഗിരിയാണ് നിങ്ങൾ കണ്ടത്. മൂന്നാമത്തേത് തുമ്പയായിരുന്നു നിങ്ങൾ കണ്ടത്. നാലാമത്തേത് വലിയമല പോലീസ് സ്റ്റേഷൻ. അഞ്ചാമത്തേത് MS കൃഷ്ണൻ. ആൻഡ് ലാസ്റ്റ് വൺ ബേക്കൽ കോട്ട. റീസെന്റ് വിഷ്വൽ. എന്തായിരുന്നു കണക്ഷൻ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആൻഡ് ദിസ് ഈസ് ദ കണക്ഷൻ വി വർ ലുക്കിംഗ് ഫോർ. നെയിംസ് പ്രപ്പോസ്ഡ് ബൈ കേരള ബേസ്ഡ് റിസർച്ചേഴ്സ് ഫോർ മാർസിലെ സ്ഥലങ്ങൾക്ക് കേരളത്തിലെ റിസർച്ചേഴ്സ് പ്രപ്പോസ് ചെയ്ത പേരുകൾ അപ്രൂവ് ആയി. ഇതൊക്കെ ചൊവ്വയിലെ സ്ഥലങ്ങളാണ് ഇപ്പോൾ. തുമ്പ, വലിയമല, ബേക്കൽ, വർക്കല, പെരിയാർ ആൻഡ് കൃഷ്ണൻ. ഇത് പത്രത്തിലൊക്കെ ഇത്രയും പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ സ്ഥലങ്ങൾ അങ്ങ് ചൊവ്വയിൽ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് റൗണ്ട്, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഈ റൗണ്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും പോയിന്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല. ലെറ്റ്സ് വെൽക്കം ഡയാന വൺസ് അഗൈൻ. ഞാൻ നമ്മുടെ സ്കോർ നില ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. വി ഹാവ് NSS HSS മടവൂർ വിത്ത് 550 points. Team B HSS Kodanallur with 200 points. GHSS and VHSS Kalannur with 300 points. GHSS Kuthuparamba with -100 points. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആൻഡ് our next round is Neural Links. ഈ മത്സരത്തിലെ അവസാനത്തെ റൗണ്ടിന്റെ തൊട്ട് മുന്നേയുള്ള റൗണ്ടാണ്. ദ പെനൾട്ടിമേറ്റ് റൗണ്ട് ഈസ് കോൾഡ് ദ ന്യൂറൽ ലിങ്ക്. ഇതൊരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് റൗണ്ടാണ്. 9 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ 5 എണ്ണം ശരിയാണ്, 4 എണ്ണം തെറ്റാണ്. ഈ ശരി ഓപ്ഷനുകളിൽ 5 ശരി ഓപ്ഷനുകളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് നിങ്ങളാണ് ബസർ പ്രസ് ചെയ്ത് പറയേണ്ടത്. യു ക്യാൻ ബിഡ്. യു ക്യാൻ സേ 1, 2, 3 or 5. The highest bidder will get the chance to attempt this question. Only one team. ഒരു ടീമിനെ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു ടീം 3 എന്ന് ബിഡ് ചെയ്താൽ ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങരുത്. ഐ പോസ് ഫോർ എ സെക്കൻഡ് ആൻഡ് സി മറ്റു ടീമുകൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ നോക്കും. അവസാനം ഞാനത് ക്ലോസ് ചെയ്ത് ഒരു ടീമിനെ തരും. ഓൾ റൈറ്റ്, നിങ്ങൾ 4 എന്ന് പറഞ്ഞാൽ 4 എണ്ണം ശരിയാക്കണം. ഇല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ 200 പോയിന്റ് ആണ് നഷ്ടപ്പെടുക തെറ്റിക്കഴിഞ്ഞാൽ. മനസ്സിലായോ? ഓൾ റൈറ്റ്, ഗുഡ് ലക്ക് ടു ഓൾ ടീംസ്. ഹിയർ വി ഗോ. ന്യൂറൽ ലിങ്ക്. Team 1 is Olympic medal winners of India. ഒളിമ്പിക് മെഡൽ കിട്ടിയ വ്യക്തികൾ.
യോഗേശ്വർ ദത്ത്, വിജയ് കുമാർ, മിൽഖ സിംഗ്, സാനിയ മിർസ, വിശ്വനാഥൻ ആനന്ദ്, ബജ്രംഗ് പൂനിയ, രവികുമാർ, ഗഗൻ നാരംഗ് ആൻഡ് പി ടി ഉഷ. 5 എണ്ണം ശരിയാണ്. ഈസി വൺ, ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് പോയിക്കോളൂ. ഓൺ ദ ബസ്സർ കോട്ടയം എത്ര എണ്ണം? 3 എണ്ണം. വി ആർ ഗോയിങ് ഫോർ 3. ആൻഡ് പത്തനംതിട്ട എത്ര പേർ? 4. ഒരുപാട് സമയം തരുന്നില്ല, ഞാനത് ക്ലോസ് ചെയ്യാണ്. 3 seconds. 1 2 3 ക്ലോസ്ഡ്. ടീം സി, യുവർ ചാൻസ്. ഗെറ്റ് റെഡി. ശരി, ഞാനത് ക്ലോസ് ചെയ്തു. ടീം സി, ബജ്രംഗ് പൂനിയ ശരിയാണ്. യെസ്, ഗഗൻ നാരംഗ്, ശരിയാണ്. റൈറ്റ് ആൻസർ. രവികുമാർ. 3 എണ്ണം ശരിയാക്കി. 4ാമത്തെ ഒളിമ്പിക് മെഡൽ വിന്നർ ആരാണ്? വിജയ് കുമാർ. റൈറ്റ് ആൻസർ. ദീസ് 4 ആർ ഒളിമ്പിക് മെഡൽ വിന്നേഴ്സ്. ഒരാൾ കൂടെ ഉണ്ട്. ആരാണ് ഇനി ഇതിൽ ബാക്കി? യോഗേശ്വർ ദത്ത്. 5 എണ്ണം പറയാമായിരുന്നു അല്ലേ? സോ 200 points ടു ടീം പത്തനംതിട്ട. ഒരു കൈയടി കൊടുക്കാം അവർക്ക്. വെൽ ഡൺ. ഇനി നമുക്ക് ന്യൂറൽ ലിങ്കിലെ 2ാമത്തെ ടോപ്പിക്കിലേക്ക് പോകണം. സാഹിത്യമാണ്. 5 എണ്ണം ശരിയാണ്. 5 പെയേഴ്സ് ശരിയാണ്. 4 എണ്ണം തെറ്റാണ്. ദ ക്രിസ്മസ് പിഗ് രചിച്ചത് H.G. വെൽസ് ആണ്. പ്രിൻസ് ആൻഡ് പോപ്പർ രചിച്ചത് മാർക്ക് ട്വൈൻ ആണ്. ഇന്റർപ്രറ്റർ ഓഫ് ഡ്രീംസ് രചിച്ചത് ജുംബ ലാഹിരിയാണ്. തോട്ടിയുടെ മകൾ രചിച്ചത് തകഴിയാണ്. ദ കൽക്കട്ട ക്രോമസോം ചേതൻ ഭഗത്തിൻ്റെതാണ്. സിംഹഭൂമി എസ് കെ പൊറ്റക്കാടിൻ്റെതാണ്. ചെറിയ ഭൂകമ്പങ്ങൾ MT-യുടേതാണ്. ദ മിസ്റ്ററി ഓഫ് എഡ്വിൻ റൂഡ് ചാൾസ് ഡിക്കൻസിൻ്റെതാണ്. ഫൂൾസ് ഗോൾഡ് രചിച്ചത് ടാഗോറാണ്. ഇതാണ് നിങ്ങളുടെ 9 ഓപ്ഷനുകൾ. ഓൺ ദി ബസ് പത്തനംതിട്ട ടീം 1 നിലനിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. യെസ്, കോട്ടയം 2. 2 എണ്ണം ശരി ഉത്തരമാണ് എന്നാണ് അവർ പറയുന്നത്. 2 എണ്ണം അവർക്കറിയാം. ഇനി ആരെങ്കിലും പോകുന്നുണ്ടോ? ടീം ACD ലാസ്റ്റ് ചാൻസ്. 3ലേക്ക് പോകുന്നുണ്ടോ? 1 2 3. ദാറ്റ് ഈസ് ക്ലോസ്. 100 പോയിന്റിനായി കളിക്കുന്നു കോട്ടയം ടീം. യെസ്, പറയൂ, ഏതൊക്കെയാണ് ശരി? കൽക്കട്ട ക്രോമസോം ചേതൻ ഭഗത്. കൽക്കട്ട ക്രോമസോം രചിച്ചത് ചേതൻ ഭഗത് അല്ല, അമിതാവ് ഘോഷ് ആണ്. സോ ദാറ്റ് ഈസ് -100 ടു ടീം കോട്ടയം. സോ ഇനി ശരി ഉത്തരങ്ങൾ നോക്കാം. ദ ക്രിസ്മസ് പിഗ് രചിച്ചത് ആക്ച്വലി JK റോളിംഗ് ആണ്. പ്രിൻസ് ആൻഡ് ദ പോപ്പർ രചിച്ചത് മാർക്ക് ട്വൈൻ ആണ്. ഇന്റർപ്രറ്റർ ഓഫ് ഡ്രീംസ് രചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ജുംബ ലാഹിരി രചിച്ചത് ഇന്റർപ്രറ്റർ ഓഫ് മെലഡീസ് ആണ്. സിംഹഭൂമി എസ് കെ പൊറ്റക്കാടിൻ്റെതാണ്. ചെറിയ ഭൂകമ്പങ്ങൾ MT-യുടേതാണ്. ഫൂൾസ് ഗോൾഡ് രചിച്ചത് ടാഗോർ ആണ്. തോട്ടിയുടെ മകളല്ല, തോട്ടിയുടെ മകനാണ് തകഴി രചിച്ചത്. തെറ്റാണ്. ആൻഡ് മിസ്റ്ററി ഓഫ് എഡ്വിൻ റൂഡ് ചാൾസ് ഡിക്കൻസിന്റെ അവസാനത്തെ അൺഫിനിഷ്ഡ് നോവലാണ്. സോ ദീസ് വർ ദ റൈറ്റ് ആൻസേഴ്സ്. നൗ മൂവിംഗ് ടു ദ തേർഡ് സെറ്റ് ഓഫ് ഓപ്ഷൻസ്. റെഡി? നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ഇതാണ് നിങ്ങളുടെ ടോപ്പിക്. ജോനാസ് സാൽക്ക്, എലനോർ റൂസ്വെൽറ്റ്, പേർളസ്ബർഗ്, എഡ്വിൻ ഹബിൾ, മാർക്കോണി, ഹെമിംഗ്വേ, ജോൺ ബാർഡിൻ, യാസർ അറഫാത്ത്, ലിസെ മെയ്റ്റ്നർ. ഇതിൽ 9 പേരിൽ 5 പേർ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. പത്തനംതിട്ടയാണ് ആദ്യം ബസർ ചെയ്യുന്നത്. എത്ര പേർ? 3. ആൻഡ് തിരുവനന്തപുരം 4. ലാസ്റ്റ് ചാൻസ്. 5ലേക്ക് പോകാനുള്ള അവസാനത്തെ ചാൻസ്. കോട്ടയം. യെസ്, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നീ 3ഉം 4ഉം കഴിഞ്ഞു. പറയൂ. 5. സോ ദാറ്റ് ഈസ് ലോക്ക്ഡ്. ടീം ബി, പറയൂ. യാസർ അറഫാത്ത് ശരിയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ ശരിയാണ്. ജോനാസ് സാൽക്ക് ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് എ -250 ടു കോട്ടയം. ശരി ഉത്തരങ്ങൾ നോക്കാം. പേർളസ്ബർഗ് കിട്ടിയിട്ടുണ്ട്. എഡ്വിൻ ഹബിൾ കിട്ടിയിട്ടില്ല. ജോൺ ബാർഡിന് കിട്ടിയിട്ടുണ്ട്. മാർക്കോണിക്ക് കിട്ടിയിട്ടുണ്ട്. എലനോർ റൂസ്വെൽറ്റിന് ഇല്ല. ലിസെ മെയ്റ്റ്നർക്ക് ഇല്ല. ഈ 5 പേർക്കാണ് കിട്ടിയത്. ജോൺ ബാർഡിൻ, യാസർ അറഫാത്ത്, മാർക്കോണി, ഹെമിംഗ്വേ ആൻഡ് പേർളസ്ബർഗ്. ആൻഡ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ടോപ്പിക്സ് ഇൻ ദിസ് റൗണ്ട്. ആഫ്രിക്കൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. സിയറ ലിയോണിന്റെ തലസ്ഥാനം ഫ്രീ ടൗൺ. മൊസാംബിക്കിന്റെ തലസ്ഥാനം മപൂട്ടോ. നമീബിയയുടെ നൈമി. സേഷൽസിന്റേത് പോർട്ട് ലൂയിസ്. മാലിയുടേത് ബമാക്കോ. റവാണ്ടയുടെ കിഗാലി. ഗാനയുടേത് അബൂജ. സൊമാലിയയുടെ ഡാക്കർ. സാംബിയ ലുഷാക്ക. 5 എണ്ണം ശരി, 4 എണ്ണം തെറ്റ്. യെസ്, പത്തനംതിട്ടയാണ് എപ്പോഴും ആദ്യം ബസർ ചെയ്യുന്നത്. എത്ര? 1. കോട്ടയം 3. 3 എണ്ണം 150 പോയിന്റ്. തിരുവനന്തപുരം 4. 200 പോയിന്റുകൾക്കായി കളിക്കുന്നു തിരുവനന്തപുരം. 1 2 3 seconds. I'm going to. Yes, we have a buzzer from കോട്ടയം. എത്ര എണ്ണം? 1 2 3 seconds. I'm going to. Yes, we have a buzzer from കോട്ടയം. എത്ര എണ്ണം? 5 again. 250 പോയിന്റ്. ലോക്ക്ഡ്. സ്റ്റാർട്ട് ഇറ്റ്. മാലിയുടെ തലസ്ഥാനം ബമാക്കോ. റുവാണ്ടയുടെ തലസ്ഥാനമാണ് കിഗാലി. റൈറ്റ് ആൻസർ. 2 എണ്ണം. സാംബിയയുടേത് ലുഷാക്കയാണ്.
റൈറ്റ്, 3 എണ്ണം. 2 എണ്ണം കൂടി കിട്ടിയാൽ 250. സിയാറ ലിയോൺ ഫ്രീടൗൺ യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഏതാണ്? മൊസാംബിക് മപ്പുട്ടോ മപ്പുട്ടോ. യെസ്, വെൽ പ്ലേഡ്. 5 എണ്ണം ശരിയാക്കി 250 പോയിന്റുകൾ തിരിച്ചു പിടിക്കുന്നു കോട്ടയം. വെൽ പ്ലേഡ്. വിത്ത് ദാറ്റ് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് റൗണ്ട് ഓഫ് ദിസ് ക്യൂസ്. അമിതാഭ് ബച്ചന്റെ ചോദ്യം കണ്ടപ്പോൾ സാർ അവിടെ നിന്ന് ഉത്തരം പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? ഷോ അല്ല, അമിതാഭ് ബച്ചനുടെ ആക്ച്വലി കാര്യം എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം അത് വളരെ ഈസി ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു. എനിവേ സംടൈംസ് ഇറ്റ് മിസ്സസ്. It happens. ക്ലൈമാക്സ് ഒരു റിയൽ ക്ലൈമാക്സ് ആയിട്ട് മാറ്റാനുള്ള ശ്രമം എന്തായാലും അവർ നടത്തുന്നുണ്ട്. ആ ഒരു ഗെയിം സ്പിരിറ്റിലോട് ലാസ്റ്റ് ക്ലൈമാക്സ് അവർ ഫിനിഷ് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇവരുടെ സ്കോർ നില എത്രയാണെന്നുള്ളത് ഒന്നറിയാം. ടീം എ വിത്ത് 550 പോയിന്റ്സ്, ടീം ബി വിത്ത് 100 പോയിന്റ്സ്, ടീം സി വിത്ത് 500 പോയിന്റ്സ്, ടീം ഡി വിത്ത് -100. The last round is the climax. ദി ക്ലൈമാക്സ് റൗണ്ടിൽ 4 ചോദ്യങ്ങൾ പ്ലസ് 1 ബോണസ് ക്വസ്റ്റ്യൻ. 4 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് 1000 പോയിന്റുകൾ വരെ നേടാം. ബോണസ് ചോദ്യത്തിൽ നിങ്ങൾക്ക് 400 പോയിന്റ് വരെ നേടാം. അതൊരു റിട്ടേൺ ചോദ്യമാണ്. ഇൻ ദ ഫസ്റ്റ് ക്ലൂ ആൻഡ് ആൻസർ 250, സെക്കൻഡ് ക്ലൂ ആണെങ്കിൽ 150, തേർഡ് ക്ലൂ ആണെങ്കിൽ 100 ആൻഡ് -150, -100 ആൻഡ് -50 റെസ്പെക്റ്റീവ്ലി. റെഡി അല്ലേ? എപ്പം ബസ് ചെയ്യണമെന്ന് നിങ്ങളുടെ റിസ്ക് അപ്പറ്റേറ്റ്, നിങ്ങളുടെ കാൽക്കുലേഷൻ. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ഫസ്റ്റ് ഓഫീസ് 1899 ചാലപ്പുറം, ഇൻവെസ്റ്റ്മെന്റ് 19,000 എന്ന് പറഞ്ഞപ്പോഴേക്കും ടീം സി പത്തനംതിട്ട ബസറടിച്ച് കഴിഞ്ഞു. യെസ്. അപ്പു നെടുങ്ങാടി. എന്താണ് എനിക്ക് വേണ്ട ആ ഉത്തരം? ആ ഉത്തരം മാത്രമേ നിങ്ങൾ പറയാവൂ. ഒറ്റ ഉത്തരം. ഉത്തരം പറഞ്ഞ ഉത്തരം ശരിയല്ലേ? പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. എനിക്ക് വേണ്ട ഉത്തരം എന്തോ ആവാം, ഒരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, എന്തോ. അത് നിങ്ങളുടെ തലവേദനയാണ്. എന്തായിരിക്കാം എനിക്ക് വേണ്ട ആ ഉത്തരം? ഒറ്റ ഉത്തരം. നെടുങ്ങാടി. അതാണോ നിങ്ങളുടെ ഉത്തരം? ദാറ്റ് ഈസ്. ആൻഡ് സെക്കൻഡ് ക്ലൂ ആയി വരുന്നതായിരുന്നു അപ്പു നെടുങ്ങാടി. ആൻഡ് ഇറ്റ്സ് എ -150. നൗ ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ 4 ടീംസ്. ഓൺ ദി ബസ്, ഗോ ഫോർ ഇറ്റ്. യെസ്, നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം. 150 പോയിന്റ്സ് ടു ടീം കണ്ണൂർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതെന്താ വേണ്ടതെന്ന് അറിയലാണ് ഇതിന്റെ തലവേദന. സോ ദിസ് ഈസ് ക്ലൂ നമ്പർ 1. ഓൾറൈറ്റ്, ഇനി നമുക്ക് ക്ലൂ നമ്പർ 2ലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വേണ്ടത് എന്ന്. യെസ്, ഓൺ ദ ബസർ ടീം തിരുവനന്തപുരം. ആൻസർ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. എങ്ങനെ? ഫസ്റ്റ് കിട്ടിയത് ദേവിക റാണി, പിന്നെ അമിതാഭ് ബച്ചന് കിട്ടിയിട്ടുണ്ട്. ഏത് വർഷം? ഇയർ ഓർമ്മയില്ല. ശരി. രജനീകാന്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 17 പറഞ്ഞോ? അവിടെ നിങ്ങൾ ചിത്രം കണ്ട് പറഞ്ഞതാണോ? 2017 വിനോദ് ഖന്നയ്ക്കും 2018 അമിതാഭ് ബച്ചനും 2019 രജനീകാന്തിനും കിട്ടിയ ഈ അവാർഡ്, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി ദേവിക റാണി റോറിച്ച് എന്നാണ് അല്ലേ? സ്വെറ്റോസ്ലാവ് റോറിച്ചിന്റെ ഭാര്യയായ ദേവിക റാണി റോറിച്ച്. ആൻഡ് ഇതിലെ അവസാനത്തെ ക്ലൂ ആയി വരാൻ പോകുന്നത് വീണ്ടും നമ്മുടെ ഇദ്ദേഹമായിരുന്നു, ലാലേട്ടനായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. വെൽ ഡൺ. സോ ദാറ്റ് ഈസ് എ 150 പോയിന്റർ ടു ടീം തിരുവനന്തപുരം. നൗ 2 ചോദ്യങ്ങൾ ബാക്കി. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. എഗോ ഡഹാഗെ ജോർജ് വിൽഫ്രഡ് ആൽവിസ് ഡാഷ്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എനിക്ക് ഇത്തവണ വേണ്ടത് രാജ്യത്തിന്റെ പേരാണ്. 2ാമത്തെ ക്ലൂയിലേക്ക് നമ്മൾ പോകാം. ഈ രാജ്യത്തിന്റെ പേര് നിങ്ങൾക്ക് തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും. നമോ നമോ മാത എന്നാണ് 2ാമത്തെ ക്ലൂ. ഗന്ധർവ ഗാനസഭ എന്ന സംഘടനയാണ് ഈ രാജ്യത്തിന് ഒരു ദേശീയ ഗാനം വേണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അവർ കോൺടെസ്റ്റ് നടത്തി. ആ കോൺടെസ്റ്റിൽ വിജയിയായ വ്യക്തിയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹം. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നത് പക്ഷേ മറ്റൊരു പേരിലാണ്. ഏതാണ് ഈ രാജ്യം എന്നാണ് ചോദ്യം. ഗന്ധർവ ഗാനസഭയുടെ പാനലിസ്റ്റായ ഒരു വ്യക്തിയുടെ പാട്ടാണ് ആദ്യം ഈ രാജ്യം ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് പ്രതിഷേധം വന്നതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഗാനം ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ആരെങ്കിലും ബസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. Now we'll go for
Clue number 3, easy one. അടിച്ചോളൂ, you all know this. Yes. ശ്രീലങ്ക. ശ്രീലങ്ക, റൈറ്റ് ആൻസർ. ദിസ് ഈസ് ശ്രീലങ്ക. അദ്ദേഹത്തിന്റെ ഭാര്യയായ കരോലിൻ ആണ് ഇത് സബ്മിറ്റ് ചെയ്തത്. ശ്രീലങ്ക, ദാറ്റ് ഈസ് എ +100 ടു ടീം തിരുവനന്തപുരം. വെൽ പ്ലേഡ്. And we are moving to the last question of the final round before the bonus question. Here we go. Clue number 1. ഒരു റിവറിന്റെ പേരാണ് ഒന്നാമത്തെ ക്ലൂ. റഷ്യയിലൂടെ ഒഴുകുന്ന ഈ റിവറിന്റെ പേര്. രണ്ടാമത്തെ ക്ലൂ ഇതാണ്. KGF 2 കന്നഡയിൽ സുധാറാണിയായിരുന്നു, തെലുങ്കുവിലും തമിഴിലും ദീപ വെങ്കിട്ടായിരുന്നു. യെസ്, ടീം പത്തനംതിട്ട ഫോർ 150 points. ലെന, എന്താണിത്? അത് ആദ്യം ലെനിൻ അദ്ദേഹത്തിന്റെ പേര് സ്വീകരിച്ച നദിയാണ്. അത് കഴിഞ്ഞ് വന്നത് KGF 2 ഇന്ദിരാഗാന്ധിയുടെ തത്തുല്യമായ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്ത രവീണ ടണ്ടന്റെ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തത് ലെനയാണോ ശബ്ദം കൊടുത്തത്? മൂന്നാമത്തെ ക്ലൂ ഇതായിരുന്നു. ഇതെന്താണ്? അത് ബൊട്ടീക്കാണ്. ലെനയുടെ ബൊട്ടീക്കാണ്. റൈറ്റ് ആൻസർ. ലെന വാസ് ദി ആൻസർ വി വാണ്ടഡ്. യെസ്, that is 150 to Pathanamthitta. And with that we are moving to the bonus question, which is a written question. ഇനി നിങ്ങൾക്ക് ആ പേപ്പർ എടുക്കാം, ആ മാർക്കർ എടുക്കാം. 8 ഉത്തരങ്ങൾ ഈ സീരീസിൽ വരും. ഈ 8 എണ്ണം എഴുതിയിട്ട് ഞാൻ പറയുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. ഓരോന്നിനും 50 പോയിന്റ്. 50 to 50 ആണ് ഓരോന്നിനും. ശരി ഉത്തരത്തിന് 50, തെറ്റുത്തരത്തിന് -50. അങ്ങനെ +400 -400. ഒറ്റ അറ്റംപ്റ്റ്. 8 എണ്ണം എഴുതി കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്യാം. Here we go. ഇതൊരു സീരീസ് ആണ്, കണക്റ്റഡ് ആണ്, ശ്രദ്ധിക്കുക. നമ്പർ 1, ബോണസ് 1, B1 എഴുതേണ്ടത് ഒരു ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ലോഗോ ആണ് B1. B2 എഴുതേണ്ടത് ഒരു കോളേജിന്റെ പേരാണ്. യെസ്, 1 2 3 4 5 6 7 8 എന്ന് എഴുതുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ വേർഡിക്റ്റ്. 8 വരെ നമ്പറുകൾ എഴുതാം. 1 ഈ ഓർഗനൈസേഷൻ, 2 തുമ്പയിലുള്ള ഈ കോളേജിന്റെ പേര്. ഓൾറൈറ്റ്, 3ലേക്ക് പോകുന്നു. 3 ഏത് IIT-യുടെ ലോഗോ ആണ്? 4 ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ലോഗോ ആണ്. 3 and 4 എഴുതിക്കോളൂ. യെസ്, റെഡി? നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തമായ ഒരു IIT ആണിത്. 4 എണ്ണം കഴിഞ്ഞു. റെഡി? 5 ഒരു ഉപനിഷത്തിന്റെ പേരാണ്. ഇത് നിങ്ങളിപ്പോൾ എഴുതണ്ട, ഞാൻ ക്ലൂ തരാം. 6 ചാൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു സംഗീത ആൽബമാണ്. ഈ സംഗീത ആൽബം 2 പ്രശസ്ത വ്യക്തികൾ ചേർന്നാണ് രൂപം കൊടുത്തത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ലോകപ്രശസ്ത സംഗീതജ്ഞനാണ്. ബീറ്റിൽസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകൾ ഒരാൾ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹവും ഒരു ഇന്ത്യക്കാരനും ചേർന്ന് 2 പേർ ചേർന്നാണ് ഇത് സൃഷ്ടിച്ചത്. ഈ 2 പേരുടെ പേരുകളാണ് B6ന്റെ നേരെ, 6ന്റെ നേരെ നിങ്ങൾ എഴുതേണ്ടത്. 6 2 ഉത്തരങ്ങൾ. 50-50. യെസ്, 1 ഒരു ഇന്ത്യക്കാരനാണ്, 1 ഒരു വിദേശിയാണ്, 1 ബീറ്റിൽസിലെ ആളാണ്. റെഡി? ഇതാണ് 6. ഇനി B7 and B8 നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഒന്നാമത്തെ B1 എന്ന ഗോ ബാക്ക്, ഇതിൽ കണ്ട 2 സ്ഥാപനങ്ങളുടെയും മോട്ടോ ആണ് B7 ആയിട്ട് എഴുതേണ്ടത്. ഈ 2 സ്ഥാപനങ്ങൾക്കും ഒരേ മോട്ടോ ആണ്. ഇതാണ് B7. ആൻഡ് 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം B3 and B4. ഈ 2 സ്ഥാപനങ്ങൾക്കും ഒരേ മോട്ടോ ആണ്. ഇതാണ് 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മോട്ടോ ഓഫ് ദീസ് 2 ഓർഗനൈസേഷൻസ്. ഇനി അടുത്തത് B5, B6, B7, B8 നിങ്ങൾ കാണുന്ന ചാൻസ് ഓഫ് ഇന്ത്യ എന്ന ഈ ആൽബത്തിൽ ഈ 2 ഓർഗനൈസേഷനുകളുടെയും മോട്ടോകൾ, ഈ മോട്ടോകൾ 1ാമത്തെ വരിയായും 2ാമത്തെ വരിയായും വരുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഈ ഉപനിഷത്തിൽ നിന്നുള്ള വരികളാണ്. ഇത് 2ഉം വളരെ പ്രശസ്തമായ 2 വാക്യങ്ങളാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള, പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഈ 2 വാക്യങ്ങൾ. ഒന്നിന് പുറകെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് 2ാമത്തത് പറയാറ്. ഇത് 2ഉം എപ്പോഴും ഒരുമിച്ചാണ് പറയാറ്. സാർ, അത് എത്രാമതായിട്ട് എഴുതേണ്ടതാ? അത് എഴുതേണ്ടത് B7ഉം B8ഉം. B7 എന്നത് 1ാമത്തെയും 2ാമത്തെയും ഓർഗനൈസേഷനുകളുടെ മോട്ടോ. B7ഉം B8ഉം. B8 3ാമത്തെയും 4ാമത്തെയും ഓർഗനൈസേഷനുകളുടെ മോട്ടോ. അങ്ങനെ 8 എണ്ണവും സമാപിക്കുന്നു. 8 ഉത്തരങ്ങൾ, ഓരോന്നിനും 50 പോയിന്റ്. അവസാനത്തെ 10 സെക്കൻഡ്. റെഡി? ഡു വി ഹാവ് ടൈമർ?
ഓൾ റൈറ്റ്, ടൈം ഇസ് അപ്പ്. ഇനി നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യൂ, ഇല്ലെങ്കിൽ ഒരു ഉത്തരങ്ങളും കണക്കാക്കുന്നതല്ല. ആൻസർ, ഡിസ്പ്ലേ യുവർ ആൻസേഴ്സ്. ടീം 1, 2, 3, 4 അവിടെ തന്നെ വെക്കുക. ആൻഡ് ടീം എ എഴുതിയ ഉത്തരം എന്താണ് എഴുതിയത്? 7ഉം 8ഉം എഴുതിയത്. ഓക്കെ, ടീം ബി എഴുതിയത് കാണിക്കൂ. അതവിടെ വെക്കുക. അതാണ് ഈ റൂള്, ഈ റൗണ്ടിന്റെ റൂൾ അങ്ങനെ. യു ഡിസ്പ്ലേ യുവർ ആൻസേഴ്സ്. ഓൾ റൈറ്റ്. ആൻഡ് ടീം 3, യെസ്, ഓൾ റൈറ്റ്. ആൻഡ് ടീം ഡി, ഓൾ റൈറ്റ്. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം. ആൻസർ 1, ദാറ്റ് ഈസ് CBSE ആണ് നിങ്ങൾ കണ്ടത്. ആൻഡ് നമ്പർ 2 സെന്റ് സേവിയേഴ്സ് കോളേജ് ആണ്, തിരുവനന്തപുരം. ആൻഡ് നമ്പർ 3, നെക്സ്റ്റ് വൺ IIT കാൺപൂർ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ JNU ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ മോട്ടോ ഓഫ് CBSE, അസതോമ സദ്ഗമയ. മോട്ടോ ഓഫ് JNU ആൻഡ് IIT കാൺപൂർ, തമസോമ ജ്യോതിർഗമയ. ആൻഡ് ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് ഇതുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, മ്യൂസീഷ്യൻസ്, പണ്ഡിറ്റ് രവിശങ്കറും ജോർജ് ഹാരിസണുമായിരുന്നു മ്യൂസീഷ്യൻസ്. ഉത്തരങ്ങളൊക്കെ കണ്ടല്ലോ. 1, 2, 3, 4, 5, 6, 7, 8 ഉത്തരങ്ങൾ കാണിക്കൂ. സോ ടീം 2 നിങ്ങൾ 2 ഉത്തരങ്ങൾ ശരിയാക്കി അല്ലേ? സോ ദാറ്റ് ഈസ് 100 points. ടീം കോട്ടയം നിങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും ശരിയായിട്ടില്ല, സോ നോ പോയിന്റ്സ്. ആൻഡ് ടീം പത്തനംതിട്ട നിങ്ങൾ ശരിയാക്കിയത് 3 എണ്ണമാണ്. CBSE, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ. പക്ഷെ നിങ്ങൾ 2 എണ്ണം തെറ്റിച്ചു. സെന്റ് സേവിയേഴ്സിന് പകരം സെന്റ് തെരേസസ് ആണ് എഴുതിയത്. ആൻഡ് ഇഗ്നോ ആണ് എഴുതിയത് JNUവിന് പകരം. സോ ദാറ്റ് ഈസ് പ്ലസ് 150 ആൻഡ് മൈനസ് 100, ടോട്ടൽ 50 points. ആൻഡ് കണ്ണൂർ ടീം ആൻസേഴ്സ് കണ്ടേ ഇല്ല, ഉപനിഷത്ത് അത് മാറിപ്പോയി. സോ നോ പോയിന്റ്സ്. അങ്ങനെ സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ സമാപിക്കുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ എന്ന ഈ പ്രശസ്തമായ മന്ത്രത്തിലൂടെ അമൃത വിശ്വവിദ്യാപീഠവും അമൃത TVയും ചേർന്നൊരുക്കിയ സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ജൂനിയർ വിഭാഗത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ സമാപിക്കുമ്പോൾ ഇവരുടെ സ്കോർ എത്രയാണെന്നുള്ളത് നോക്കാം. ടീം A 900 points, ടീം B 100 points, ടീം C 550 points, ടീം D 50 points. We now have the state champions and they are NSS HSS Madavur Thiruvananthapuram. That is Navaneet Krishna and Anantha Narayanan. Congratulations. 2, 3, 4 സ്ഥാനങ്ങളായി എത്തിയിരിക്കുന്ന നമ്മുടെ വിജയികൾക്കുള്ള സമ്മാനദാനത്തിലേക്കാണ് അടുത്തതായി കടക്കുന്നത്. To do the honor, I would like to welcome to the stage Srimati Gopika Janaki. She is the district coordinator. She is the Ernakulam district coordinator of IQA. അങ്ങനെ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് GHSSലെ വേദിക ആൻഡ് തേജസി. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇമ്മാനുവൽസ് HSS കോതനല്ലൂർ കോട്ടയത്ത് നിന്നും കാർത്തിക് P ആൻഡ് ഷരൺ കെനഡി. ചീഫ് ഗസ്റ്റ് ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിനെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആദരവോടെയും ക്ഷണിക്കുകയാണ്. On the second position, we have GHSS and VHSS Kalanyur Pathanamthitta, Niranjan B and Anujit AS. അടുത്തതായി വേദിയിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൾ RB കൃഷ്ണ IPSനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. Let's welcome with a big round of applause Navaneet Krishna and Anantha Narayanan from NSS HSS Madavur, Trivandrum. The official quiz champions from the state of Kerala, and that is Navaneet Krishna and Anantha Narayanan. Congratulations. 1 lakh rupees ആണ് ഇവർക്ക് ക്യാഷ് പ്രൈസ് ആയി ലഭിക്കുന്നത്. ശരിക്കും ഇറ്റ് ഹാസ് ബീൻ എ റിയലി ലോങ് ജേർണി അല്ലേ മാസ്റ്റർ? ഏകദേശം 1000ഓളം വിദ്യാലയങ്ങൾ, 3000ഓളം സ്റ്റുഡൻസ്. നമ്മൾ തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്? നമ്മൾ തുടങ്ങിയത് വയനാട് ജില്ലയിൽ നിന്ന്. വയനാട് ജില്ലയിലൂടെ തുടങ്ങി 14 ജില്ലകളും കവർ ചെയ്ത് അവസാനിച്ചത് കണ്ണൂർ ജില്ലയിലായിരുന്നു. കണ്ണൂർ ജില്ലയില്
പ്രൊഫഷണൽ ക്യൂസിങ്ങിന്റെ ശക്തിയും സൗന്ദര്യവും എന്ത് എന്ന് നമുക്ക് കാണിച്ചു തന്ന തീർച്ചയായിട്ടും കുട്ടികളായിരുന്നു ഇവർ. അതെ സോ ഈ യാത്ര ഇനിയും തുടരട്ടെ. അതെ അതെ അടുത്ത സീസണിൽ ഇതിനേക്കാളും വലിയ ഒരു സീസണായി മാറട്ടെ. ആൻഡ് ബൈറ സാറിനെ പോലെ IQA ലീഡ് ചെയ്യുന്ന ചീഫ് പാട്രൺസിലുള്ളപ്പോൾ, അരുൾ സാറിനെ പോലെയുള്ള ക്യൂസിന് പാഷനേറ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ ഐ എം ഷുവർ പ്രൊഫഷണൽ ക്യൂസിംഗ് വിൽ ഫ്ലറിഷ് ഇൻ കേരള. തീർച്ചയായിട്ടും സാർ. അതോടൊപ്പം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ട എല്ലാ എഫേർട്സും എടുത്ത ക്യൂ ഫാക്ടറിക്കും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ക്വിസ് മാൻ ഓഫ് കേരള സ്നേഹജ് ശ്രീനിവാസ് സാറിനും കൂടി അവസരത്തിൽ ഞാൻ ശരിക്കും നന്ദി അറിയിക്കണം. ആൻഡ് സക്സസ്ഫുള്ളി ആണ് നമ്മൾ സെക്കൻഡ് സീസൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. ജൂനിയർ വിഭാഗത്തിലെ കേരളത്തിലെ ഒഫീഷ്യൽ ക്വിസിംഗ് ചാമ്പ്യൻസിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് ഇയറിലെ സീസൺ 3ലേക്ക് അല്ലേ ഗംഭീരമായി തന്നെ കാലെടുത്ത് വെച്ചു എന്ന് തന്നെ പറയാം. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ റിയലി ഫ്രൂട്ട്ഫുൾ എക്സ്പീരിയൻസ് ആൻഡ് എഫേർട്ട്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. ആൻഡ് താങ്ക് യു ലോക്നാഥ് ബെഹ്റ സർ, താങ്ക് യു അരുൾ സർ. ആൻഡ് ഈ ഒരു വിജയത്തിന്റെ മാധുര്യം നമുക്ക് സമ്മാനിക്കാനായിട്ടൊരു വലിയ പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും അമൃത വിശ്വവിദ്യാപീഠം കൂടെയാണ്. അമൃത വിശ്വവിദ്യാപീഠമാണ് നമ്മുടെ ഈ എൻറ്റയർ ചാമ്പ്യൻഷിപ്പ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സക്സസ്ഫുള്ളി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ദിസ്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ക്യൂ പോസിറ്റീവ്.